പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ തൊട്ടടുത്ത ഒരു ഭാഗത്താണ് എൻ്റെ വീട്. അപ്പൊ എനിക്കത് ഒരു അനുഗ്രഹം പോലെയാണ് ഇത് തോന്നുന്നത്. എൻ്റെ പാർട്ടിക്കാർ എന്നെ വിളിക്കുകയും ആ പരിപാടിയിലേക്ക് എന്നെ നോമിനേഷൻ കൊടുക്കുന്ന കാര്യങ്ങളിലൊക്കെ എന്നെ ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ട് എന്നെ പഞ്ചായത്തിലേക്ക് എത്തിക്കണം എന്നൊരു ചിന്ത എൻ്റെ പാർട്ടി പ്രവർത്തകർക്ക് ഇപ്പോൾ തന്നെങ്കിലും തോന്നിയത് എനിക്ക് വളരെ ഒരു അനുഗ്രഹമാണെന്ന് തോന്നുന്നു. 35 വർഷക്കാലത്തോളമായി 1991 CBNP പ്രവർത്തനം തൊട്ട് സാക്ഷരതാഘട്ടം കൂടാതെ അംഗനവാടി പ്രവർത്തക, ആശാ വർക്കർ 6 വർഷം എല്ലാ തസ്തികയിലും ജോലി ചെയ്തു നോക്കി. അവസാനം ഇപ്പോൾ 2024 സാക്ഷരതാ കോർഡിനേറ്റർ പ്രസ്ഥാനത്തിൽ നിന്ന് റിട്ടയർഡായി വീണ്ടും എന്നെ പഞ്ചായത്തിലേക്ക് എത്തിക്കാൻ എൻ്റെ പ്രവർത്തകർ എനിക്ക് അവസരം തന്നതിൽ പ്രവർത്തകരോട് ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. പിന്നെ എൻ്റെ കുടുംബ പാരമ്പര്യമൊക്കെ അവിടെ ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാം. എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ കുട കെട്ടി ഭക്ഷണം സാധനങ്ങൾ വാങ്ങിക്കുന്ന ആ ഒരു പാവപ്പെട്ട അന്തരീക്ഷത്തിൽ തന്നെയാണ് എൻ്റെ ഭർത്താവും കുടുംബങ്ങളും. അതും ഈ നാട്ടുകാർക്ക് അറിയാം. വാഴക്കാട് അങ്ങാടിയിലേക്കാണ് അച്ഛൻ കൊട കെട്ടിയിട്ട് മക്കളെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും എൻ്റെ സഹോദരൻ, വലിയ സഹോദരൻ ഇവിടെ നേവിയിലെ അധ്യാപകനായിരുന്നു. രണ്ടാമത്തത് ആദിവാസി ഓഫീസിലെ പട്ടികവർഗ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. മൂന്നാമത്തെ ഏട്ടനാണെങ്കിൽ പോലീസ് സൂപ്രണ്ടാണ്. നാലാമത്തത് മാധവേട്ടനാണ്. മാധവേട്ടനെ അറിയാത്ത ആരും ഉണ്ടാവുകയില്ല. അതിലൊക്കെ ഞാൻ അഭിമാനം കൊള്ളുന്നു. 35 വർഷത്തോളം ഞാൻ ഈ സ്ത്രീകൾക്ക് വേണ്ടി എൻ്റെ പഞ്ചായത്തിൽ സേവനം ചെയ്ത ഒരു പഞ്ചായത്താണല്ലോ എന്ന നല്ലൊരു അഭിമാനം തന്നെ എനിക്കുണ്ട്. അതുകൊണ്ട് ഈ ഏരിയയിലൊക്കെ ഞാൻ വോട്ട് ചോദിക്കാൻ ചെന്നപ്പോൾ എല്ലാ അമ്മമാർക്കും നല്ല രീതിയിലുള്ളൊരു സമ്പർക്കമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി എൻ്റെ UDF ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ എനിക്ക് വോട്ട് ചെയ്ത് എന്നെ പഞ്ചായത്തിലേക്ക് എത്തിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ജയ് കോൺഗ്രസ്.